ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലം ഡോൾഫിൻ പാർക്കാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു സ്ഥലം പോലും ഇല്ല, ഫുള്ളായി കിടക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വരികയാണ് ഉണ്ടായത്. അപ്പം ഇന്ന് എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ വീക്കെൻഡ്സിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ വീക്കെൻഡ്സിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഒരു 1 വീക്കായി അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും. അപ്പം ഇതാ അടിപൊളി പ്ലേസാണ് കേട്ടോ. സാധാരണ ഇവിടെ ഇങ്ങനെ അത്ര കാളൊന്നും ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ വന്ന് ഫുള്ളായി കിടക്കുന്നുണ്ട്. ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ ഇവിടെ ആളുകളൊക്കെ വരുന്നത്. ഫുഡും സാധനങ്ങളും ഒക്കെ എടുത്ത് വന്ന് ഈ പാർക്കിലങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പ്ലേസാണ്. കാരണം സൈഡിൽ ബീച്ചാണ്. അപ്പം നമ്മളെ പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കഴിഞ്ഞ ചെറിയൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടോ. ഒരു ദിവസം വന്നപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ആ ലോങ് വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പം പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ ഇവമോളും അവളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ തന്നെ പാർക്കിലേക്ക് കയറി കളിക്കുകയാണ് കേട്ടോ. അപ്പം പോരാത്തതിന് ഏട്ടനെയും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ വരുന്നതിലോ കയറാൻ വേണ്ടിയിട്ട് അവൾക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഏട്ടനെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ആ പ്രോഗ്രാം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. ഹലോ. അപ്പോൾ ഇതാ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവമോൾ ക്ലേ കൊണ്ടൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാനുള്ളതായതുകൊണ്ട് തന്നെ മാക്സിമം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവമോൾ കുറേ ഷേപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ചുറ്റിലുള്ള ഒന്നും കാണൂല എന്ന് പറഞ്ഞ പോലെ അവൾക്ക് ഇരിക്കാൻ പോലും അവൾ മറക്കുന്നു ഗൈസ്. അപ്പോൾ അത്രയ്ക്കും ഹാപ്പിയാണ്. എന്തായാലും അവർക്ക് ഇതൊക്കെയല്ലേ അവരുടെ സന്തോഷം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് എന്താണ് അവൾക്ക് കളിക്കാൻ പറ്റിയത് എന്ന് നോക്കിക്കൊണ്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല, അവൾക്ക് ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇവിടെ ഇതെന്തോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അവിടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. يلا عشان نبدا اللعب. يلا اسمع مع بعض. لأجاريهم يلا فبدأت شخصا آخر. يلا عد الصوت كي أتفاخر. ഇവിടെ അറബിയിലാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. പ്രോഗ്രാമൊക്കെ അറബിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്കിലും എല്ലാവരും കുട്ടികൾക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ. അവർക്ക് അറിയാവുന്നത് പോലെയൊക്കെ അവർ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോങ് ഒക്കെ വരുമ്പോൾ അവർ ഡാൻസ് കളിക്കും. പക്ഷെ അവർ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, അറബിയിലാണല്ലോ പറയുന്നത്. അപ്പം എല്ലാവരും ഇവിടെ ഇതാ കാണാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഒരു എലിഫൻ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തുമ്പിക്കൈയിലേക്ക് ഒരു റിങ് ഇങ്ങനെ ചാടിയിട്ട് ആരാണോ വീഴ്ത്തുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മേലെക്കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയല്ലേ മക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതെന്താ ഇത്രയും സ്പീഡപ്പ് ആക്കിയിട്ട് ഒരു സൗണ്ടൊന്നും ക്ലിയർ അല്ലാതെ ആയതെന്ന്. അപ്പോൾ ഒന്നുമില്ല ഗൈസ്, കോപ്പി റൈറ്റ് വരണ്ടാന്ന് കരുതിയിട്ട് ഒന്ന് സ്പീഡപ്പ് ആക്കിയതാണ്. പിന്നെ അവൾ പോപ്കോണൊക്കെ കഴിച്ച് എനർജിയൊക്കെ വന്നതിന് ശേഷം ഇതാ വീണ്ടും തുടങ്ങി വൈസ് അവരെ വികൃതി. ഇവിടെ ഇതാ നമ്മളെ എന്താണെന്നറിയത്, നമ്മളെ തെർമോക്കോളില്ലേ അതിൻ്റെ ചെറിയ ചെറിയ റൗണ്ട് ഇതായിട്ട് ഇങ്ങനെ അവർ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ വാരി എറിഞ്ഞും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസ് അത്ര തന്നെ. അങ്ങനെ മക്കൾ കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും സമയം ഇരുട്ടായിട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട് ഇവിടെ വെച്ചിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മാളുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മളിവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം.
ബർത്ത്ഡേ ആർക്കാ? മനുവേട്ടനാ? അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ കേക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി എടുത്തു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലിടേണ്ട ആ രീതിക്കല്ല എടുത്തത്. ഫോൺ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചെടുത്തുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ആ ഒരു പിന്നെ സ്ക്രീൻ റേഷ്യോ അല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത പോലെ കണ്ടത് വീഡിയോ. എങ്കിലും കുഴപ്പമില്ല. അതാ നമ്മൾ മോള് കേക്കൊക്കെ അടിച്ചു മാറുന്നുണ്ട്. എല്ലാവരും കേക്കൊക്കെ കഴിച്ച് മക്കളിവിടെ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണാം. ഇനി ഇതാ നമ്മൾ പോകുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. ഇവിടെ വന്ന മുതൽക്കേ പറയണ്ടായിരുന്നു നമ്മൾ അതിൽ കയറുക എന്ന്. പക്ഷേ ടിക്കറ്റ് ചാർജ് ആലോചിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ 20 ദിർഹംസാണ് ഇതിൽ കളിക്കാൻ. രണ്ട് മൂന്ന് റൈഡേ ഉള്ളൂ. പക്ഷേ 1 ഹവറിന് 20 ദിർഹംസാണ്. അപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ കുറച്ച് അവരെടുത്ത് വില പേശൊക്കെ ചെയ്ത് അത് 10 ദിർഹംസിന് അരമണിക്കൂറാക്കി മാറ്റി ഗൈസ്. അങ്ങനെ മക്കൾക്ക് കളിക്കാനൊരവസരം കിട്ടി. അപ്പോൾ അവർ അരമണിക്കൂറൊക്കെ കളിക്കൂ, അപ്പോഴേക്ക് തന്നെ ടയേർഡാവും. അപ്പം അരമണിക്കൂർ അവർ മാക്സിമം കളിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാം. എന്തേ അങ്ങനെ ഇതുപോലെയുള്ള മക്കളെ കയ്യിലെടുക്കാനുള്ള എല്ലാതരം പ്രോഗ്രാംസും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മക്കൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.